അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സാംസങ് ഗാലക്സി നോട്ട് 21 കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ മാസത്തിന്റെ പകുതി ഏകദേശമായിട്ടുണ്ട്. ഇതുവരെ നമുക്ക് നോട്ട് 21 സീരീസിലെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. സാധാരണ എല്ലാ നോട്ട് ഫോണൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ ലോഞ്ച് ആവേണ്ടതാണ്, അതിന് മുമ്പ് തന്നെ ലീക്സ് ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ പലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ സാംസങ് ഗാലക്സി നോട്ട് 21 സീരീസ് ലോഞ്ച് ആവുമോ ഇല്ലയോ, അതോ ഈ വർഷം സാംസങ് ഇറക്കത്തില്ലയോ ഇല്ലയോ എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോക്കകത്ത്. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല. അപ്പോൾ നോട്ട് 21 ലൈനപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, റീസെന്റ് സാംസങ് തന്നെ പറഞ്ഞ സംഭവമാണ്, അവരിപ്പോ കറന്റ് ചിപ്പ് ഷോർട്ടേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണത്ത് ഇപ്പൊ എക്സിനോസിന്റെ ചിപ്പ് സെറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. സാംസങ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് ചിപ്പ് മാനുഫാക്ചറേഴ്സ് ആണ്. അവർക്ക് പോലും പഴയ പോലെ ഒന്നും ചിപ്പ് ഒന്നും അടിക്കാൻ പറ്റുന്നില്ല. ചിപ്പ് അടിക്കാൻ, നമ്മൾ പത്രം അടിക്കാന്ന് പറയുന്നില്ല, അവർക്ക് ചിപ്പ് അടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇത് കാരണം അവർക്ക് അവരുടെ നോട്ട് 21 ലൈനപ്പ് ഒന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചിപ്പ് ഷോർട്ടേജ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ കാരണമാണ് കൊറോണ. ഈ കൊറോണ കാരണം ലോകം മൊത്തം അഫക്റ്റ് ആയിരിക്കുവാണ്. ഇത് ലാപ്ടോപ്സ് ആയിക്കോട്ടെ, TVs ആയിക്കോട്ടെ, സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെ മാനുഫാക്ചറിങ് ഇപ്പൊ അഫക്റ്റ് ആയിരിക്കുകയാണ്. പഴയ പോലെ ഒന്നും അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഈ കോവിഡ് കേസസ് ഒക്കെ കാരണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ് ഒക്കെ. എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിരിക്കുന്നത് ക്വാൽകം, മീഡിയാടെക് ആണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ചിപ്സെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആപ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വർഷത്തിൽ 3-4 ഫോൺസ് ആണ് അവർ ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്വാൽകം ഒക്കെ നല്ലോണം അഫക്റ്റ് ആയി. സാംസങ് ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ സാംസങ് മൂന്നാം സ്ഥാനത്താണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയി മീഡിയാടെക്കും ക്വാൽകം ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ്. കോവിഡ് കേസസ് ഒക്കെ കാരണം തന്നെയാണ് പലർക്കും പഴയ പോലെ ചിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സാംസങ്ങിന് നേരത്തെ തന്നെ അറിയായിരുന്നു. ഒരു കൊല്ലം മുമ്പ് തന്നെ സാംസങ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ സാംസങ് ഗാലക്സി S21 ലൈനപ്പിനകത്ത് അവർ S Pen ഫീച്ചർ കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ പരാതിയൊന്നും പറയത്തില്ല, അവരുടെ സ്മാർട്ട് ഫോണകത്ത് S Pen സപ്പോർട്ട് ഇല്ല, അവർ പുതിയ ഫോണൊന്നും ലോഞ്ച് ചെയ്തില്ലെന്ന്. അതുകൊണ്ട് അവരുടെ S21 ലൈനപ്പിൽ അവർ S Pen സപ്പോർട്ട് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അഥവാ S21 അൾട്രയും നിങ്ങൾ നോട്ട് 21 അൾട്ര അവർ ഇറക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് തന്നെ ഇതൊക്കെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് അവർ ഗാലക്സി S21 ലൈനപ്പിൽ തന്നെ S Pen സപ്പോർട്ട് ഒക്കെ തന്നു. പിന്നെ നിങ്ങൾക്കറിയാം S ലൈനപ്പും നോട്ട് ലൈനപ്പും ഇപ്പൊ കറന്റ് ഒന്നും വലിയ വ്യത്യാസം ഇല്ലെന്ന്, അതും സാംസങ്ങിനൊക്കെ തന്നെ അറിയാം. അപ്പൊ ഈ നോട്ട് 21 ലൈനപ്പിന് പകരം സാംസങ് ഇപ്രാവശ്യം 3 സ്മാർട്ട് ഫോൺസ് ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 2 സ്മാർട്ട് ഫോൺസ് ഫോൾഡബിൾ ഡിവൈസ് ആയിരിക്കും, ഒരു സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി S21 FE. S21 FE അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ഫോൾഡബിൾ ഡിവൈസസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒന്നാണ് സാംസങ്ങിന്റെ ഗാലക്സി Z Fold 3യും പിന്നെ Z Flip 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണും ഇതും ലോഞ്ച് ആവുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് 1 lakhന്റെ മുകളിൽ പോകാനുള്ള ചാൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താവുന്നു ഈ സ്മാർട്ട് ഫോൺസിനകത്തും. അപ്പോൾ S21 FE നമുക്ക് പറയുമ്പോൾ നല്ല ന്യൂസ് തന്നെയാണ്. ഈ ഫോൺ നല്ലതാവുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം എന്താവുന്ന S21 FE ഒക്കെ അടുത്ത മാസം ലോഞ്ച് ആവുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അടുത്ത മാസം സാംസങ് ഒരു ഇവന്റ് വെക്കാൻ പോവാണ്, ഓഗസ്റ്റ് 19-ാം തീയതി. അപ്പൊ അന്ന് നമുക്ക് പറയാൻ പറ്റും ഈ 3 സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ആവും നോട്ട് 21 സീരീസിന് പകരം. അപ്പോൾ നോട്ട് 21 സീരീസിൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ചിപ്സെറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് അവർക്ക് പഴയ പോലെ മാനുഫാക്ചറിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ S21 ലൈനപ്പിനകത്ത് അവർക്ക് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് അവർക്ക് ചിപ്സെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. മീഡിയാടെക്കിനോടൊന്നും അവർ ചോദിക്കത്തില്ല. ഇപ്പൊ ക്വാൽകം ആയിക്കോട്ടെ, ക്വാൽകമിന്റെ കുറച്ച് ചിപ്സെറ്റ് ഒക്കെ മേടിച്ചേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ സംഭവങ്ങളൊക്കെ ഇതിനെ പറ്റി. ക്വാൽകമിന്റെ ചിപ്സെറ്റ് അവർ യൂസ് ചെയ്തേക്കാമെന്ന് അറിയത്തില്ല എന്താവുന്നു. അപ്പൊ അടുത്ത മാസം സാംസങ് ഓഗസ്റ്റ് 19 അവരുടെ ഒരു ലോഞ്ച് ഇവന്റ് വരുന്നുണ്ട്. അവർ പഴയ പല പ്രൊഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാച്ചസ്, TVs, ഇയർഫോൺ, അറിയത്തില്ല എന്തൊക്കെയാ വന്ന്, ഫ്രിഡ്ജുകൾ, അറിയത്തില്ല എന്തൊക്കെയാ വന്ന്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് എക്സ്പെക്ടഡ്. പിന്നെ ഈ 3 ഫോൺസും ചിലപ്പോൾ ലോഞ്ച് ആയേക്കാം. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു എല്ലാ ന്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ സാംസങ് ഒരു സെമി കണ്ടക്ടർ, പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ഒരു മാനുഫാക്ചറർ ആണ്. അപ്പൊ അവർക്ക് പോലും ഇപ്പൊ പഴയ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ് ഒക്കെ അവർ നോട്ട് 21 ലൈനപ്പ് ഇറക്കാത്തത്. പിന്നെ അത് തന്നെയല്ല, നോട്ട് 22 അടുത്ത വർഷം വരാൻ പോകുന്ന നോട്ട് 22 സാംസങ് പറയുന്നുണ്ട് അടിപൊളി ആക്കാൻ പോവുകയാണെന്ന്. ആ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് അണ്ടർ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ലീക്സിനകത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് പല പല ഫീച്ചേഴ്സ് ഒക്കെ കിട്ടാൻ പോകുന്നത്. അഥവാ നോട്ട് 21 നോട്ട് 20 നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് സാംസങ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് 22 അവർ അടിപൊളിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ്, ഫോണൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താവുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാംസങ് ഗാലക്സി നോട്ട് 21 ലൈനപ്പിനകത്ത്. ഈ സ്മാർട്ട് ഫോൺ ചിലപ്പോൾ ഈ വർഷം ലോഞ്ച് ആവത്തില്ലായിരിക്കും. 95% എനിക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവത്തില്ല. 5% ഒന്നും പറയാൻ പറ്റത്തില്ല, സാംസങ്ങിന്റെ കാര്യമാണ്. ഇതൊക്കെ തന്നെയുള്ളത് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.